ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ബജ്ജിയാണ്. അപ്പോൾ അതിന് സാമാന്യം വലിയ ഒരു ഉരുളക്കിഴങ്ങ് വേണം, 1 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കായപ്പൊടി 1/4 ടീസ്പൂൺ മതി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി സോഡാപ്പൊടി, പിന്നെ വറുക്കാനുള്ള എണ്ണ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബാറ്റർ തയ്യാറാക്കും. കടലമാവ്, അരിപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഇത് കുറച്ചുകൂടെ ക്രിസ്പി ആകാൻ വേണ്ടിയാണ് ഈ അരിപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി, മുളക് പൊടി, ഇതൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി എന്ന് പറഞ്ഞാൽ ഈ സോഡാപ്പൊടി. ഉപ്പ് ആവശ്യത്തിന്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണാണ് ആദ്യം ഇടുന്നത്. പിന്നെ ഇത് നമ്മൾ കുഴക്കുന്നതായതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇപ്പം 1/4 ടീസ്പൂൺ ഇടുക. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് അവസാനം ഡൈലൂഷൻ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിക്കുക, ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടെ ഒഴിക്കുക. അപ്പോൾ ഈ കോൺസിസ്റ്റൻസി പോരാ, ഒരു ഇച്ചിരിയുടെ വെള്ളം വേണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം വേണ്ട ഡൈലൂഷൻ ആയിട്ടുണ്ട്. ഒരു പൊടിക്കും കൂടെ വെള്ളം ചേർക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഡൈലൂഷൻ കറക്റ്റായി. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ നേരം മാറ്റി വെക്കും. അപ്പോൾ നമുക്കിതിൽ വേണ്ടി വന്ന വെള്ളം 1/4 കപ്പ് വെള്ളമാണ്. ഉരുളക്കിഴങ്ങ് ഈ കനത്തിൽ അരിഞ്ഞെടുക്കും. ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചെടുത്ത് ഇനി നമ്മൾ ഉപ്പിട്ട വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് ഇടുക. 2 മിനിറ്റ് നേരം അതിൽ കിടക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ ഉപ്പിട്ട വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലോട്ട് 2 മിനിറ്റ് നേരം ഈ ഉരുളക്കിഴങ്ങ്, കൂടുതൽ നേരം ഇടരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുക്കി വറുക്കുമ്പോൾ എല്ലാം ഒടിഞ്ഞു പോകും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉള്ള കുഴപ്പം, ഇതിൻ്റെ അകത്ത് ഉപ്പ് പിടിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റായി, നമുക്കത് മാറ്റാം. നമ്മളൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് വെച്ചിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് പ്രൊസീഡിയർ ഇത് ബാറ്റർ മുക്കി വറുത്തെടുക്കും. ഒരു കടായി അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുക. വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. മിക്കവാറും ഈ ഉത്സവപ്പറമ്പിലൊക്കെ പാം ഓയിലാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഈ ബജ്ജി വറുക്കാൻ. ഈ ബാറ്ററിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ 2 വശവും ഇങ്ങനെ പറ്റിയിരിക്കും. എണ്ണ ചൂടായെന്നറിയാൻ നമ്മളൊരു ചെറിയ ഡ്രോപ്പ് കടലമാവ് ഇതിലോട്ട് ഇട്ട് നോക്കിയാൽ അപ്പോൾ ചൂടായിട്ടുണ്ട്, അതിങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ നമുക്കിത് മുക്കി വറുക്കുമ്പോൾ അത് സിമ്മിലിടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിടണം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം, ഈ പുറത്തെ മാവൊക്കെ അങ്ങ് വേകും. ബാക്കി നമ്മൾ ഉരുളക്കിഴങ്ങ് ഹാഫ് കുക്കഡ്, അപ്പോൾ അത് ബാക്കി വേഗത്തിൽ. അപ്പോൾ അകത്തുള്ള ഉരുളക്കിഴങ്ങ് കൂടെ വേണമെങ്കിൽ നമ്മളിങ്ങനെ സിമ്മിലിടുക. ഇപ്പോൾ കളർ കണ്ടിട്ട് ഒരുമാതിരി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജ്ജി റെഡിയായി. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.